ഹലോ ഗൈസ്, ജിയോഫോട്ടോക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഷോർട്ട് ക്രിയേറ്റേഴ്സിന് നല്ല രീതിയിൽ പണി കിട്ടിയ ഒരു അപ്ഡേഷനുമായി ബന്ധപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ മൊത്തത്തിൽ അങ്ങ് മാറിയില്ലേ. അതായത് 2027 ഫെബ്രുവരി 1 മുതൽ, അതായത് ജനുവരി 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബേഴ്സിന് ഒരുപാട് നിബന്ധനകളോടുകൂടി നമ്മുടെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം 8000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ 20 മില്യൺ ഷോർട്ട് വ്യൂസ് കംപ്ലീറ്റ് ആക്കണം നമുക്ക് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട്. ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മാറിയിട്ടില്ല. അത് നമ്മൾ 3000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ 30 ലക്ഷം ഷോർട്ട് വ്യൂസ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അത് അവിടെ കുഴപ്പമില്ല. പക്ഷേ അതല്ല വിഷയം. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഷോർട്ടിൽ റവന്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല. ഇപ്പം പോകുന്ന പല യൂട്യൂബേഴ്സിനും പൈസ ഷോർട്ടിനകത്ത് കിട്ടുന്നുണ്ടെങ്കിലും ഇനി ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോർട്ടിനകത്ത് പൈസ കിട്ടത്തില്ല. പൈസ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഷോർട്ട് ക്രിയേറ്റേഴ്സ് നമ്മൾ സാധാരണ നമുക്ക് എന്ത് വേണം, നമ്മൾ 10 മില്യൺ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയോൻ്റെ അത്ര റവന്യൂ നമുക്ക് ഷോർട്ടിന് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു 1 ലാക്ക് കിട്ടുന്ന 1 ലാക്ക് എൻഗേജ് റിവ്യൂസ് കിട്ടുന്ന ഒരു ഷോർട്ടിന് നമുക്ക് ഏകദേശം $1.1 ആണ് ഏകദേശം നമുക്ക് ശരാശരി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു ഷോർട്ട് ക്രിയേറ്റേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ തീരെ റവന്യൂ കുറവാന്ന് പറഞ്ഞാലും നമുക്കത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ടാഗ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടുന്ന അതിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ട റവന്യൂ അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഇനി മുന്നോട്ട് ഫെബ്രുവരി 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണമെങ്കിലും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അന്ന് ചെറിയ റവന്യൂ ആണെങ്കിൽ അത് മേടിക്കണമെങ്കിലും നമ്മൾ ചില ക്രൈറ്റീരിയകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഇപ്പോഴത്തെ രീതിയിൽ ചെറിയ യൂട്യൂബേഴ്സിന് ചിലപ്പം 90% യൂട്യൂബേഴ്സിനും പൈസ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല. മോണിറ്റൈസേഷൻ കട്ടാകത്തില്ല, പക്ഷേ നമ്മുടെ ചാനലിൽ നിന്ന് പൈസ കിട്ടത്തില്ല. ഓക്കെ, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 മില്യൺ ഷോർട്ട് വ്യൂസ് ആണ് നമുക്ക് ഇപ്പം വേണ്ടതെങ്കിൽ നമുക്ക് ഒരു 1 മില്യൺ ഷോർട്ട് വ്യൂസ് എങ്കിലും നമ്മൾ മിനിമം കംപ്ലീറ്റ് ആക്കി പോയിക്കൊണ്ടിരിക്കണം. 1 മില്യൺ ഷോർട്ട് വ്യൂസ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഷോർട്സിനകത്ത് നമുക്കൊരു റവന്യൂ കിട്ടാൻ ചാൻസ് ഉള്ളൂ ഇനി അങ്ങോട്ട്. അതായത് 1 മില്യൺ ഷോർട്ട് വ്യൂസ് നമ്മൾ 3 മാസത്തിൽ 1 മില്യൺ ഷോർട്ട് വ്യൂസ് നമ്മൾ ചെയ്തു പോകണം. അത് 1 മില്യൺ ഷോർട്ട് വ്യൂസ് അതായത് 10 ലക്ഷം ഷോർട്ട് വ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എല്ലാ 3 മാസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ചുള്ള റീച്ച് നമ്മുടെ ചാനലിൽ വേണം. സാധാരണ ഒരു 10,000-20,000 വ്യൂസ് കിട്ടുന്ന ഒരു ചാനലിന് ചിലപ്പം നമുക്ക് എന്ത് കിട്ടണമെന്നില്ല. ഈ ഒരു മിനിമം ഒരു 20,000. ഇപ്പോൾ സാധാരണ ഒരു തുടങ്ങുന്ന യൂട്യൂബേഴ്സിന് എത്രയാണ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്? 5,000, 6,000, 7,000, 8,000, 1 ലാക്കെല്ലാം വെച്ച് കിട്ടുന്ന ക്രിയേറ്റേഴ്സ് കുറവാണ്. ഓക്കെ, ഇടുന്ന ഷോട്ടിനൊക്കെ 1 ലാക്ക് 2 ലാക്ക് കിട്ടുന്ന ക്രിയേറ്റേഴ്സ് കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചെറിയ യൂട്യൂബേഴ്സിന് അങ്ങനെയാകുമ്പം മോണിറ്റൈസേഷൻ കട്ടായില്ലെങ്കിലും നമുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട റവന്യൂ നമുക്ക് കിട്ടത്തില്ല. അപ്പം പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനും മോണിറ്റൈസേഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ റവന്യൂ ഉണ്ടാവുമല്ലോ ഷോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്നുള്ള പരസ്യൻ്റെ ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അപ്ഡേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയം തൊട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അന്നേരത്തെ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വെക്കാതെ ഇപ്പം തന്നെ ശ്രമിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് പോകാനാണ്. കാരണം ചാനൽ റീച്ച് ആകണം. ഉടായ്പിൽ കൂടെ ഒന്നും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് നമുക്ക് കാര്യം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നല്ല രീതിയിൽ ശ്രമിച്ച് തന്നെ പരമാവധി നല്ല കണ്ടന്റ് ക്രിയേറ്റ് ആക്കി ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ആക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ മാത്രമേ നമുക്ക് മുന്നോട്ട് ചാനലിനൊരു ഗ്രോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.